വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുത്തങ്ങളെ പ്രതി ദൈവത്തിന് നന്ദി പറയുകയാണ്. തുടർന്നുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കർത്താവിൻ്റെ അനുഗ്രഹം ധാരാളമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സുവിശേഷം നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ അറിയാം, യോഹന്നാൻ സ്ലീഹയുടെ സുവിശേഷത്തിലെ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്ന യേശുവിനാണ് കാണുന്നത്. ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ആശ്വാസദായകനായി. നമുക്കെല്ലാം ലഭിച്ചിട്ടുള്ളതാണ് പരിശുദ്ധാത്മാവിൻ്റെ ആശ്വാസദായകൻ. നമ്മുടെ മാമുദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ ഈ ആത്മാവ് നമ്മൾ കുടികൊള്ളുന്നു. ആത്മാവോട് ചേർന്നിരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അത് നമ്മൾ ചെയ്യേണ്ടത് കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുകയാണ്. യേശു പറയുന്നു, എൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നവൻ. എന്നെ സ്നേഹിക്കുന്നവന് ഞാനും സ്നേഹിക്കും, ഞാനും എൻ്റെ പിതാവും അവനോടുകൂടി വസിക്കുകയും ചെയ്യും. അങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മൾ വസിക്കുമ്പോഴാണ് നമ്മുടെ ശുശ്രൂഷകൾ ഫലദായകമാകുന്നത്. അതുകൊണ്ട് നമുക്കൊരിക്കൽ കൂടി കർത്താവിന് നന്ദി പറയാം. നമ്മൾ വിളിച്ചതിനെ പ്രതി, നമ്മൾ സ്നേഹിച്ചതിനെ പ്രതി എത്രയോ പേര് ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അതിന് സാധിക്കുന്നില്ല. പല കാരണങ്ങളുണ്ടാകാം. എന്നാൽ നമ്മെ പ്രത്യേകമായിട്ട് വിളിച്ചു. നമ്മുടെ കഴിവോ നമ്മുടെ മേന്മയോ ഒന്നും കണ്ടുകൊണ്ടല്ല, തനിക്ക് ഇഷ്ടമുള്ളവരെയാണ് വിളിക്കുന്നത്. തനിക്ക് ഇഷ്ടമുള്ളവരെ നമ്മളൊക്കെ കർത്താവിൻ്റെ ഇഷ്ടത്തിന് പാർട്ടിയൂരാണ് എന്നുള്ളതാണ് നമുക്കുള്ള ഏറ്റവും വലിയ അനുഗ്രഹം. നമുക്കൊരു കൂടി കൈകളെ ഉയർത്തി സ്തുതിക്കാം. Hallelujah.